സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടി. യൂണിറ്റിന് 16 പൈസയാണ് വർദ്ധിപ്പിച്ചത്. പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ചാർജ് വർധനവില്ല. നിരക്ക് വർധന പ്രാബല്യത്തിൽ. ഹൈക്കോടതി മാനദണ്ഡങ്ങൾ പാലിച്ച് തൃശൂർ പൂരം നടത്താനാവില്ലെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പ്രതിസന്ധി പരിഹരിക്കാൻ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച തൃശൂരിൽ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ. പ്രതിസന്ധി മറികടക്കാൻ നിയമനിർമ്മാണം സർക്കാരിന്റെ ആലോചനയിലാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കുണ്ടന്നൂരിൽ വൻ കഞ്ചാവ് വേട്ട. ചരക്ക് വാഹനത്തിൽ കടത്തിയ 80 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ പിടിയിൽ, 2 പേർ ഓടി രക്ഷപ്പെട്ടു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. പാർക്ക് അടുത്ത വർഷം ജൂൺ മാസത്തോടെ പൂർണ്ണമായും പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കലാശപ്പോരിലേക്ക്. 692 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല കുതിപ്പ് തുടരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളി മത്സരത്തിൽ വിധി നിർണയത്തിനെതിരെ പ്രതിഷേധം. നമസ്കാരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. യൂണിറ്റിന് 16 പൈസയാണ് വർദ്ധിപ്പിച്ചത്. നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നു. അടുത്ത സാമ്പത്തിക വർഷം യൂണിറ്റിന് 12 പൈസയും വർദ്ധിപ്പിക്കും. ഫിക്സഡ് ചാർജും കൂട്ടി. BPL-കാർക്ക് നിരക്ക് വർധന ബാധകമാണ്. പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ചാർജ് വർധനവില്ല. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. അതേസമയം സമ്മർ താരിഫ് വേണമെന്ന KSEB-യുടെ ആവശ്യം സർക്കാർ തള്ളി. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സ്വരാജ് റൌണ്ട് ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ തന്നെ സമാപിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു. ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി, സെക്രട്ടറി ജിജോ ജേക്കബ്, വൈസ് പ്രസിഡന്റ് സിന്ധു സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി ബിന്നി പൊന്തേക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നിയന്ത്രണം നടപ്പാക്കിയാൽ തൃശൂർ പൂരം ഉപേക്ഷിക്കേണ്ടിവരുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തി നിയന്ത്രണങ്ങൾ ഇളവ് ചെയ്യണമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറിമാർ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പകൽ സമയത്ത് എഴുന്നള്ളിപ്പ് പാടില്ലെന്ന കോടതി നിർദ്ദേശം നടപ്പാക്കിയാൽ ഉത്സവങ്ങൾ നടക്കില്ല. സംസ്ഥാന സർക്കാരിന് മാത്രമേ പ്രായോഗികമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന ബോധ്യമാണ് ദേവസ്വങ്ങൾക്കുള്ളത്. തൃശൂർ ജില്ലയിൽ മാത്രം 1600 ഉത്സവങ്ങളുണ്ട്. മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും ഈ ഘട്ടത്തിൽ സുപ്രീംകോടതിയെ അപ്പീൽ ഹർജിയുമായി സമീപിക്കില്ലെന്നും ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 5-ന് ഇരു ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ കൌസ്തുഭം ഹാളിൽ കൺവെൻഷൻ നടക്കും. പള്ളികളുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും കൺവെൻഷനിൽ പങ്കെടുക്കും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വേല ആഘോഷത്തിന് വെടിക്കെട്ട് അപേക്ഷ ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും സെക്രട്ടറിമാർ പറഞ്ഞു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്ത്. ഹൈക്കോടതിയുടെ ഉത്തരവ് അപ്രായോഗികമാണെന്ന് പറഞ്ഞ മന്ത്രി കോടതിയുടെ ചില നിരീക്ഷണങ്ങളോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പീച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിയമനിർമ്മാണത്തിലൂടെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ആലോചനയിലാണ് സർക്കാർ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉടൻ ഉന്നതതല യോഗം വിളിക്കുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. തൃശൂർ പൂരം അതിന്റെ പൂർണ്ണ പെരുമയോടെ തന്നെ ഒരു കോട്ടവും തട്ടാതെ നടത്തണമെന്നാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും റവന്യൂ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കത്ത് വൻ കഞ്ചാവ് വേട്ട. ചരക്ക് വാഹനത്തിൽ കടത്തുകയായിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന 80 കിലോയോളം കഞ്ചാവ് വടക്കാഞ്ചേരി പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ പിടികൂടി. സംഭവത്തിൽ 3 തമിഴ്നാട് സ്വദേശികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 2 പേർ പോലീസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. ധർമ്മപുരി സ്വദേശികളായ പൂവരശ്, മണി, ദിവിത്ത് എന്നിവരാണ് പിടിയിലായത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ ചുങ്കം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനു സമീപം അർദ്ധരാത്രിയോടെയാണ് സംഭവം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന കഞ്ചാവ് പിടികൂടാനായത്. 42ഓളം പൊതികളിലായി ടേപ്പ് ചുറ്റി ഒട്ടിച്ച നിലയിലാണ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. ഒഡീഷയിൽ നിന്നുമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സൂചന. ബൈക്കുകളിൽ തമിഴ്നാട്ടിൽ എത്തിച്ച കഞ്ചാവ് അവിടെ നിന്നും ചരക്ക് വാഹനങ്ങളിൽ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ATM കവർച്ചാ മാതൃകയിൽ കഞ്ചാവ് കടത്തിന് പിന്നിലും വൻ റാക്കറ്റ് ഉണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കുന്നംകുളം ACP CR സന്തോഷ്, വടക്കാഞ്ചേരി SHO റിജിൻ M തോമസ്, SI മാരായ TC അനുരാജ്, PV പ്രദീപ്, വിജേഷ്,
CPOമാരായ അരുൺ, ബാബു, ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV എരുമപ്പെട്ടി. അന്താരാഷ്ട്ര നിലവാരത്തിലൊരുങ്ങുന്ന തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അടുത്ത വർഷം ജൂൺ മാസത്തോടെ പൂർണ്ണമായും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് മന്ത്രിമാരായ കെ രാജനും AK ശശീന്ദ്രനും അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നതിന് അമിതമായ തിടുക്കമോ ആർഭാടമോ ഉണ്ടാകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. പാർക്ക് തുറക്കുന്നതിൽ കാലതാമസം വരുന്നതായി വാർത്തകളുണ്ട്. എന്നാൽ ഇവിടെ കൊണ്ടുവരുന്ന പക്ഷിമൃഗാദികൾക്ക് സുരക്ഷിതമായി തങ്ങാനാവുന്ന ആവാസ വ്യവസ്ഥകൾ തയ്യാറാക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധയെന്നും മന്ത്രി പറഞ്ഞു. 11 ആവാസ കേന്ദ്രങ്ങളിൽ 6 എണ്ണവും പൂർത്തിയായി. തിരുവനന്തപുരം, നെയ്യാർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള പക്ഷിമൃഗാദികളെ പുത്തൂരിലേക്ക് കൊണ്ടുവരുന്നത് മെയ് മാസത്തിലും രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ളവയെ എത്തിക്കുന്ന നടപടികൾ ഓഗസ്റ്റിനുള്ളിലും നടക്കും. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ KK സുനിൽകുമാർ എന്നിവരും മന്ത്രിമാർക്കൊപ്പം ഉണ്ടായിരുന്നു. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 692 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല കുതിക്കുന്നു. 688 പോയിന്റുമായി ചാവക്കാട് ഉപജില്ല 2ാം സ്ഥാനത്തും 658 പോയിന്റുമായി കുന്നംകുളം ഉപജില്ല 3ാം സ്ഥാനത്തും തുടരുന്നു. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. സമാപന സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളി മത്സരത്തിൽ വിധി നിർണയത്തിനെതിരെ പ്രതിഷേധം. മത്സരാർത്ഥികൾ വേദിയിൽ കയറിയിരുന്ന് പ്രതിഷേധിച്ചു. ബദനി സ്കൂളിലെ 7ാം നമ്പർ വേദിയിലാണ് മത്സരാർത്ഥികളുടെ പ്രതിഷേധമുണ്ടായത്. മുൻപ് തീരുമാനിച്ച പ്രകാരമാണ് വിധികർത്താക്കൾ വിധി നിർണയം നടത്തിയതെന്നാണ് പരാതി. 1ാം സ്ഥാനം നേടിയ ടീമിനെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നെന്നും ഈ ടീമിന്റെ കളിയിൽ അപാകതകൾ ഉണ്ടായിരുന്നതായും മറ്റ് മത്സരാർത്ഥികളും രക്ഷിതാക്കളും ആരോപിച്ചു. മലയാളം ഉച്ചരിച്ച് ചൊല്ലണം, കവിതയ്ക്കൊരു ബലം വേണം. ഈ കുട്ടി കവിത 5ാം സ്റ്റേജിൽ ചൊല്ലിയപ്പോഴേ ആ കവിതേൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ കുട്ടിക്ക് ഫസ്റ്റ് കൊടുത്തില്ല. എല്ലാവരും ഉണ്ണിമായ നിനക്കാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കാറുണ്ട്. അപ്പോൾ 2 കവികൾ വരെ വന്ന് ചോദിച്ചു, ഇനി ഈ കവിത ആരാ ടൂൺ ചെയ്തേ, ഇനി മോളെ അവിടെ ഉള്ള ആളാ, ഇതൊക്കെ പറഞ്ഞ് അതിൻ്റെ ഫസ്റ്റ് കൊടുത്തൽ ലളിതഗാനം പാടി കുട്ടിക്ക് ഇങ്ങനെ മലയാളം പദ്യച്ചൊല്ലിന് ഫസ്റ്റ് കൊടുക്കാൻ പറ്റും. എന്തിനാ ഇവിടെ എത്ര പേര് കേട്ട ആൾക്കാരുണ്ട് ഇവിടെ, അതിനൊന്നും പ്രൈസ് ഇല്ല. ഇതിലും 9 ടീം 8 ടീം ഉണ്ട്. അതൊന്നല്ല വിഷയം. നന്നായി കളിച്ചവർക്ക് ഇവിടെ റിസൾട്ട് വരുന്നില്ല. ഇതിലൊരു ജഡ്ജ് മാള സെന്റ് ആന്റണീസ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് വേദിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നെത്തിയ മത്സരാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. മത്സരം തടസ്സപ്പെട്ടതിനെ തുടർന്ന് പോലീസും സംഘാടകരും എത്തി ഇവരെ അനുനയിപ്പിച്ച് വേദിയിൽ നിറക്കി. പരിപാടി തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും പരാതികളുണ്ടെങ്കിൽ അപ്പീൽ കമ്മിറ്റിയെ സമീപിക്കുവാനും പോലീസ് പറഞ്ഞു. തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഒല്ലൂർ CAയെ കുത്തിയ അനന്തുമാരിക്കെതിരെ 10 ക്രിമിനൽ കേസടക്കം 16ഓളം കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു. പുത്തൂരിൽ വഴിയാത്രക്കാരനെ ആക്രമിച്ച കേസിൽ പിടികൂടാനെത്തിയപ്പോഴാണ് അനന്തുമാരി പോലീസ് സംഘത്തെ ആക്രമിച്ചത്. വഴിയാത്രക്കാരനെ ആക്രമിച്ച ശേഷം അഞ്ചേരിയിലെ കോഴിഫാം പരിസരത്ത് പ്രതികൾ തമ്പടിച്ചെറിഞ്ഞാണ് പോലീസ് സംഘം എത്തിയത്. പോലീസിനെ കണ്ടയുടൻ അനന്തു കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തി. CI ഫർഷാദും CPO വിനോദും ചേർന്ന് അനന്തുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ CIയുടെ തോളിൽ 3 തവണ അനന്തു കുത്തി. ഒപ്പമുണ്ടായിരുന്ന CPO വിപിന് നേരെ കത്തി വീശിയതോടെ കൈക്ക് നേരിയ കോറലുണ്ടായി. ഉടൻ CPO വിപിൻ തന്റെ കൈയിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ അനന്തുവിന്റെ മുഖത്തടിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് അനന്തുവിനെ കസ്റ്റഡിയിലെടുത്തത്. സംഭവ സമയത്ത് 8 പേർ ഉണ്ടായിരുന്നെങ്കിലും 5 പേർ ഓടി രക്ഷപ്പെട്ടു. പ്രായപൂർത്തിയാകാത്ത 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തോളത്ത് കുത്തേറ്റ CI ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അനന്തുമാരിക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് ആശങ്ക വേണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള വാർത്തകൾ കണ്ട് ദുരന്തബാധിതർ വിഷമിക്കേണ്ടതില്ല. ദുരന്തത്തിനിരയായ അവസാന ആളെയും ജനകീയ ഇടപെടലിലൂടെ ഭരണപ്രതിപക്ഷ ഭേദമന്യേ പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പുനരധിവാസത്തിനായി ആദ്യം കണ്ടെത്തിയ സ്ഥലം നിയമക്കുരുക്കിലാണെന്നും പുതിയ സ്ഥലം കണ്ടെത്താൻ വൈകില്ലെന്നും മന്ത്രി പറഞ്ഞു. 14-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ സംഗീതോപകരണ അധ്യാപകന് 29 വർഷം തടവും 4.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു.
എളവള്ളി ചിറ്റാട്ടുകര വടക്കേത്തറ വീട്ടിൽ ജോഷി വർഗീസിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അനിയാസ് തയ്യിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 18 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ സി എന്നിവർ കോടതിയിൽ ഹാജരായി. ഇനി റവന്യൂ ജില്ലാ കലോത്സവ വാർത്തകളിലേക്ക്. 12 പേർ മത്സരിച്ച ഹൈസ്കൂൾ വിഭാഗം അഷ്ടപദിയിൽ മുഹമ്മദ് അഫ്ലഹ് ഒന്നാമത്. TCV സ്പെഷ്യൽ സ്റ്റോറി. തവ തിഷ്ഠതി പൃഷ്ഠേ ക്ഷിതിരതി വിപുലതരേ തവ തിഷ്ഠതി പൃഷ്ഠേ. അരീക്കര ഇല്ലത്തെ ദേവിക റാണി നമ്പൂതിരി പഠിപ്പിച്ചു. കൊടക്കുഴി വീട്ടിൽ അബ്ദുൽ സലീമിന്റെയും സൽമയുടെയും മകൻ മുഹമ്മദ് അഫ്ലഹ് അഷ്ടപദിയിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കും. മച്ചാട് GHSS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് അഫ്ലഹ് കുട്ടിക്കാലം മുതൽ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മ നന്നായി പാടും. പിന്നെ ഞാൻ LKG തൊട്ട് ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നതാണ്. പിന്നെ അഷ്ടപദിയിലൂടെയാണ് എനിക്ക് സംസ്ഥാനത്തിലേക്ക് കയറാനുള്ളൊരു അവസരം കിട്ടിയത്. 10 മിനിറ്റായിരുന്നു അഷ്ടപതി ആലപിക്കാനുള്ള സമയം. പ്രളയപയോധിജലെ ധൃതവാനസിവേദം എന്ന ജയദേവ കീർത്തനമാണ് മുഹമ്മദ് അഫ്ലഹ് ആലപിച്ചത്. ദശാവതാര വർണ്ണനയിൽ തുടക്കം. 12 പേർ മത്സരിച്ച അഷ്ടപതിയിൽ കൃഷ്ണഗീതി നിറഞ്ഞൊഴുകിയപ്പോൾ ഒന്നാം സമ്മാനം ഈ മിടുക്കനിലേക്ക്. സൂകരൂപ ജയ ജഗദീശ ഹരേ. ഗായികയും എഴുത്തുകാരിയുമായ മച്ചാട് തെക്കുംകര അരീക്കരയിലത്തെ ദേവിക റാണി നമ്പൂതിരിയുടെ കീഴിലാണ് മുഹമ്മദ് അഫ്ലഹ് അഷ്ടപതി പഠിച്ചത്. ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് ഒരു രാഗഭാവം നന്നായി വരുന്ന കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അഷ്ടപതിയിലേക്കും കൂടെ ശ്രദ്ധ തിരിച്ചതാണ്. അഷ്ടപതി അങ്ങനെയാണ് ആ സ്റ്റേറ്റ് ലെവലിലേക്ക് എത്താൻ സാധിച്ചത്. വളരെ അപൂർവമായാണ് മുസ്ലിം സമുദായത്തിലുള്ളവർ അഷ്ടപതി പഠിക്കുകയും പാടുകയും പതിവുള്ളൂ. ആദ്യമായി പങ്കെടുത്ത അഷ്ടപതിയിൽ തന്നെ ഒന്നാമനായതിന്റെ സന്തോഷത്തിലാണ് മുഹമ്മദ് അഫ്ലഹ്. പ്രളയപയോധിജലേ ധൃതവാനസിവേദം. മുഹമ്മദ് അഫ്ലഹിനെ പഠിപ്പിച്ചത് ദേവിക റാണി നമ്പൂതിരി. ഈ കലോത്സവത്തിലെ ഏറ്റവും നന്മയുള്ള ഒരു ഒന്നാം സമ്മാനമായാണ് ഇതിനെ കാണുന്നത്. കലയ്ക്ക് മുന്നിൽ മതമില്ല. കല എന്താവണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ അഷ്ടപതി ഗാന ആലാപനവും പഠനവും ഒന്നാം സമ്മാനവും. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. കേശവാധൃത കച്ചപരൂപ ജയ ജഗദീശ ഹരേ. വേദിയൊരുക്കുന്നതിൽ സംഘാടകരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ച മത്സരാർത്ഥികളെയും കാണികളെയും വലച്ചു. 15ാം നമ്പർ വേദി കുന്നംകുളം സീനിയർ ഗ്രൗണ്ടാണ് വിവാദങ്ങളുടെ വയ്യാവേലിയായത്. തായമ്പക, ചെണ്ടമേളം, പഞ്ചവാദ്യം, നാദസ്വരം എന്നീ മത്സരങ്ങളായിരുന്നു ഇവിടെ നടന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിക്കേണ്ട മത്സരങ്ങൾ 10 മണിയോടെയാണ് ആരംഭിച്ചത്. മത്സരാർത്ഥികളെ പൊരിവെയിലത്ത് നിർത്തിയുള്ള മത്സരങ്ങൾ എതിർപ്പിനിടയാക്കി. എതിർപ്പ് ശക്തമായതോടെ സീനിയർ ഗ്രൗണ്ടിലെ കവാടത്തിലേക്ക് മത്സരം മാറ്റി. കുട്ടികൾ അവിടെ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ കൊട്ടുന്നു, ജഡ്ജിമാരിയ്ക്കുന്നു. ബാക്കി എല്ലാവർക്കും വെയിലത്ത് നിൽക്കാൻ പോലും സ്ഥലമില്ല, ഇരിക്കാൻ കസാരയില്ല. എന്നിട്ട് ഞങ്ങൾ പ്രതികരിച്ചിട്ടാണ് എന്നിട്ട് ഇവിടേക്ക് ആക്കിയത്. ഇവിടെ കിടക്കണ ഒരു ഷെഡ് എടുത്തിട്ട് ഇവിടെ നീക്കിയിട്ടു. അപ്പോൾ ഈ തായമ്പക മത്സരം കഴിയണവരെ ഇവിടെ കസാര ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണൊന്ന് കസാരെങ്കിലും വന്നത്. അപ്പോൾ ഞങ്ങൾ കലോത്സവത്തിൻ്റെ ബാനർ പോലും ഇല്ല. ആ സ്റ്റേജിൽ കലോത്സവത്തിന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ആ സ്റ്റേജിൽ കലോത്സവത്തിന് ഒരു ബാനർ പോലില്ല. സാധാരണ ഏതാണ്ട് ഒരു തട്ടുകട തെറ്റപ്പെട്ട പോലെയാണ് കാണുന്നത് നമുക്ക്. അപ്പോൾ അവർക്കിപ്പോൾ തളർച്ച ക്ഷീണം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ കാണാനില്ല. വേദി രാവിലെ ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ തായമ്പ കൂട്ടിന്നിട്ട് വെയിൽ മൂന്നിട്ട് ഞങ്ങളിവിടെ വന്നിട്ട് തർക്കിച്ചതിൻ്റെ പേരിൽ മാറ്റിയതാ. എന്നാൽ മത്സരം കാണണമെങ്കിൽ വെയിലേറ്റ് വിയർത്തു കുളിക്കണം. ആകെ 10 കസേരകളാണ് ഉണ്ടായിരുന്നത്. 3 എണ്ണം വിധികർത്താക്കൾ എടുത്തു. മത്സരം ആസ്വദിക്കാനാകാതെ കാണികൾ തണലത്ത് വിശ്രമിച്ചു. ചിലർ ചുട്ടുപൊള്ളുന്ന വെയിൽ വകവയ്ക്കാതെ മത്സരം ഫോണിൽ പകർത്തി. വെയിൽ നീങ്ങി വരുന്നതിനനുസരിച്ച് വിധികർത്താക്കളുടെ ഇരിപ്പിടങ്ങളുടെ സ്ഥാനവും മാറിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഹൈസ്കൂൾ വിഭാഗം മത്സരങ്ങൾ അവസാനിച്ചതോടെ വേദി സീനിയർ ഗ്രൗണ്ടിലെ തണൽ മരത്തിന് ചുവട്ടിലേക്ക് മാറ്റി. കാണികളുടെ പരാതിയെ തുടർന്നാണ് വേദി മാറ്റിയതെന്ന് വേദിയുടെ ചുമതലയുണ്ടായിരുന്ന ഇരിങ്ങാലക്കുട AEO MC നിഷ പറഞ്ഞു.
തായമ്പക കഴിഞ്ഞ് പഞ്ചവാദ്യ മത്സരം ആരംഭിക്കുമ്പോഴേക്കും കൂടുതൽ കസേരകളും എത്തിച്ചു. ഇതോടെ വേദി കാണികളെ കൊണ്ട് നിറഞ്ഞു. വേദന കടിച്ചമർത്തി തിരുവാതിര കളിയിൽ ചുവടുവെച്ച് ഇവാനിയ. ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരക്കളി മത്സരത്തിലാണ് കാലിൽ പ്ലാസ്റ്ററുമായി ഇവാനിയ ചുവടുവെച്ചത്. തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇവാനിയ. കാലിൽ പരിക്കുണ്ടെങ്കിലും തന്റെ ടീം അംഗങ്ങൾക്കൊപ്പം ഭംഗിയായി തന്നെ ഇവാനിയ ചുവടുവെച്ചു. 2 ദിവസം മുമ്പാണ് ഇടത്തെ കാലിൽ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കാലിൽ പ്ലാസ്റ്റർ ഇട്ടത്. തന്റെ കുറവ് മൂലം ടീമിലെ മറ്റ് അംഗങ്ങൾക്ക് മത്സരിക്കാൻ സാധിക്കാതെ വരുമോ എന്ന സങ്കടത്തിലായിരുന്നു ഇവാനിയ. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകളാണ് സ്റ്റേജിലെത്തിച്ചതെന്ന് ഇവാനിയ പറഞ്ഞു. സബ്ജെക്റ്റ് കിട്ടിയിട്ട് ഇവിടെ എത്തി. അപ്പോൾ കാലിന് 2 ദിവസം മുന്നേ ഇവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ മസിൽ സ്ട്രിങ്ങാന്ന് പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ച റെസ്റ്റ് എടുക്കാൻ. ഞാനില്ലെങ്കിൽ ഇവരൊക്കെ മാർക്ക് പോകും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റേറ്റ് പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വന്നു. അപ്പോൾ ഫാമിലിയും ടീച്ചേഴ്സും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ എത്തിയത്. വേദിയിലെ പ്രകടനത്തെക്കാൾ ഭാവങ്ങൾ മിന്നിമറഞ്ഞത് സദസ്സിലാണ്. തിരുവാതിരക്കളിയിൽ മത്സരഫലം പ്രഖ്യാപിക്കുമ്പോൾ സദസ്സിൽ ഭാവപ്രകടനങ്ങളുടെ വേലിയേറ്റമായിരുന്നു. തിരുവാതിരക്കളി നടക്കുന്ന വേദി. ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരക്കളി കഴിഞ്ഞു. 12 ടീമുകൾ മത്സരിച്ചിട്ടുണ്ട്. ഇനി ഫലപ്രഖ്യാപനമാണ്. വിധികർത്താക്കൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. ആരാകും ഒന്നാമൻ? ഫലം പറയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. മത്സരിച്ചവരുടെ ഉള്ളിൽ പെരുമ്പറയാണ്. ചിലർ സമ്മർദ്ദം മൂലം മുഖം പൊത്തിയിരിക്കുന്നു, ചിലർ പ്രാർത്ഥിക്കുന്നു, ചിലർ കരയുന്നു. പല ഭാവങ്ങളാണ് മിന്നിമറയുന്നത്. ഒടുവിൽ ഫലപ്രഖ്യാപനം. സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോൾ നമ്പർ 10. ഒന്നാം സമ്മാനം ചാലക്കുടി കാർമൽ HSSന്. മത്സരം കഴിഞ്ഞപ്പോൾ വേഷം മാറാൻ പോയതായിരുന്നു സംഘം. ഫലമറിഞ്ഞപ്പോൾ ആർത്തു വിളിച്ചായിരുന്നു അവരുടെ വരവ്. വിജയികളാവാത്തവർ മൂകമായി മടങ്ങി. അപ്പോഴും ചിലർ കരയുന്നുണ്ടായിരുന്നു. ചാലക്കുടി കാർമൽ സംഘം സന്തോഷത്തോടെ മടങ്ങി. അവരാണ് സംസ്ഥാനതല മത്സരത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കുക. നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്തതാണ്. സ്കൂളുകാരുടെയും ഒക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, ടീച്ചേഴ്സൊക്കെ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ തിരുവനന്തപുരം പോവാം, അങ്ങനെയൊക്കെയുള്ള പ്ലാനിങ് ആണ് ഇപ്പോൾ ഫുൾ. കലോത്സവത്തിലെ ഒരു കളർഫുൾ ഇനമാണ് തിരുവാതിരക്കളി. ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരക്കളിയിൽ 1ാം സ്ഥാനം കിട്ടിയ സന്തോഷത്തിലാണ് ഇക്കൂട്ടർ. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. എള്ളുളേരി അടക്കമുള്ള വരികൾക്കൊപ്പം നൃത്ത ചുവടുകളുമായി മത്സരാർത്ഥികൾ നിറഞ്ഞാടിയ മംഗലം കളി കലോത്സവ വേദിക്ക് പുതുമയായി മാറി. ഹൈസ്കൂൾ വിഭാഗം മംഗലം കളി മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത് ദമ്പതികൾ പരിശീലിപ്പിച്ച ടീമിനായിരുന്നു. സോഷ്യൽ മീഡിയയിലും അജഗജാന്തരം സിനിമയിലും നാടൻപാട്ട് വേദികളിലുമെല്ലാം തരംഗമായി മാറിയ എള്ളുള്ളേരി എള്ളുള്ളേരി എന്ന പാട്ട് ശരിക്കും മംഗലം കളി എന്ന ഈ ഗോത്രകലയിലെ പാട്ടാണ്. മംഗലം കളി ആദ്യമായി കലോത്സവ വേദിയിലെത്തിയപ്പോഴാണ് വൈറലായ ഈ പാട്ടിൻ്റെ ഒറിജിനൽ വേർഷൻ പലർക്കും മനസ്സിലായത്. കാസർഗോഡിന്റെ സ്വന്തമായ മംഗലം കളി മാവിലൻ മലവേട്ടുവൻ സമുദായങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു സംഗീത നൃത്തരൂപമാണ്. വിവാഹാഘോഷ ചടങ്ങുകളിൽ പരമ്പരാഗത വേഷങ്ങളണിഞ്ഞ് തുടിയുടെ താളത്തിനൊത്ത് സ്ത്രീ പുരുഷന്മാർ പ്രത്യേക രീതിയിൽ നൃത്തം വയ്ക്കുന്ന മംഗലം കളി കലോത്സവവേദിയിൽ നവ്യാനുഭവമായി മാറി. ഏറെ വാശിയേറിയ ഹയർ സെക്കൻഡറി വിഭാഗം മംഗലം കളി മത്സരത്തിൽ ദമ്പതികളായ ബിനീഷ് കാച്ചേരിയും
ഭാര്യ ആതിര ബിനീഷും പരിശീലിപ്പിച്ച തൃശൂർ സേക്രഡ് ഹാർട്ട് ടീമിനായിരുന്നു ഒന്നാം സ്ഥാനം. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ നമുക്കൊരു ചരിത്ര വിജയം തന്നെ നമുക്ക് കിട്ടി. ഇത് ആദ്യമായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മുടെ സ്കൂൾ സേക്രഡ് ഹാർട്സിന് നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ വൈഫും കൂടിയിട്ടാണ് ഇത് പരിശീലിപ്പിച്ചത്. നമ്മൾ കാസർഗോഡ് ഒരു ട്രൂപ്പിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടെ തന്നെ ഈ മാവില മലവേട്ട് സമുദായത്തിലെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർ വഴിയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അവർ ഇങ്ങോട്ട് വരും ചെയ്തു, നമ്മുടെ വീട്ടിലേക്ക് വന്ന് പരിശീലിപ്പിക്കുകയും ചെയ്തു, നമ്മൾ അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നെ ഇവരെ തനതായിട്ടുള്ള നാട്ടുവാദ്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി, ചെറിയ അപ്ഡേഷനോട് കൂടിയിട്ട് നമ്മളതിനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. എള്ളുള്ളേരി എള്ളുള്ളേരി എന്ന പാട്ടുകൊണ്ട് ഹിറ്റായി മാറിയ മംഗലം കളി ഏറെ ആവേശം പകർന്നുവെന്ന് മാത്രമല്ല, വേദിക്ക് പുതുതാളം പകർന്നു. ജനകീയ കലയായി തന്നെ സദസ്സ് ഒന്നടങ്കം ഈ ഗോത്രകലയെ ഏറ്റെടുത്തു. ക്യാമറമാൻ ഷിബി പോട്ടോനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC വിനോസ്. തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിലെ ഒപ്പന വേദി സന്തോഷത്തെക്കാളേറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് സമ്മാനിച്ചത്. സമയം ഏറെ വൈകി നടന്ന ഒപ്പന മത്സരത്തിൽ ഭൂരിഭാഗം കുട്ടികളും ശ്വാസം ലഭിക്കാതെയും ശാരീരിക അവശതകൾ അനുഭവിച്ചും കുഴഞ്ഞു വീണു. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3ാം നമ്പർ വേദിയിലാണ് ഒപ്പന മത്സരം നടന്നത്. അസമയത്ത് നടന്ന മത്സരത്തിനിടയിൽ മത്സരാർത്ഥികൾ കുഴഞ്ഞു വീണു. പലരും ശ്വാസം കിട്ടാതെ പിടഞ്ഞു. സ്റ്റേജിൽ നിന്ന് കുട്ടികളുടെ കരച്ചിലുയർന്നു. ആംബുലൻസുകൾ കുട്ടികളുമായി ആശുപത്രിയിലേക്ക് പാഞ്ഞു. പോലീസ് വാഹനങ്ങളിലും കുട്ടികളെ ആശുപത്രിയിലെത്തിച്ചു. വൈദ്യസഹായം നൽകേണ്ട മെഡിക്കൽ സംഘം സ്ഥലത്തുണ്ടായിരുന്നില്ല. സംഘാടക സമിതിയുടെ പിഴവ് പറയാതിരിക്കാൻ കഴിയില്ല. വേദിയുടെ അസൗകര്യവും മത്സരാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചു. മുമ്പുള്ള മത്സരങ്ങൾ തുടങ്ങാൻ സമയം വൈകിയതാണ് ഒപ്പന മത്സരത്തെ പ്രതികൂലമായി ബാധിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കേണ്ട UP വിഭാഗം ഒപ്പന മത്സരം ആരംഭിച്ചത് 5 മണിക്കാണ്. 3 മണിക്ക് നടക്കേണ്ട ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരം ആരംഭിച്ചതാകട്ടെ രാത്രി 9 മണിക്ക് ശേഷവും. ഇതോടെ ഒപ്പന മത്സരങ്ങൾ അവസാനിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ 12:30. ഹൈസ്കൂൾ വിഭാഗത്തിലെ മത്സരാർത്ഥികളാണ് ഏറെ ദുരിതമനുഭവിച്ചത്. രാവിലെ മുതൽ മേക്കപ്പ് ചെയ്ത് ആടയാഭരണങ്ങൾ ധരിച്ച് കാത്തിരുന്ന കുട്ടികൾ രാത്രിയായപ്പോൾ തളർന്നു. അരപ്പട്ട ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ വലിച്ചു മുറുക്കി കെട്ടിയതിനാൽ ശരിയായ രീതിയിൽ ശ്വാസം കിട്ടാത്തതാണ് കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയത്. കൃത്യമായി വെള്ളവും ഭക്ഷണവും കഴിക്കാൻ പറ്റാത്തതും കുട്ടികളെ ക്ഷീണിപ്പിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടികളിൽ ഓക്സിജന്റെ അളവ് കുറവായിരുന്നുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ചാവക്കാട് MRRM സ്കൂൾ ടീമിലെ 6 കുട്ടികളാണ് മത്സരം കഴിഞ്ഞയുടൻ കുഴഞ്ഞു വീണത്. ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും മത്സരാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയാണ്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കേണ്ട കോൽക്കളി മത്സരമാണ് ഇപ്പോൾ വേദിമൂന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സരങ്ങൾ കൃത്യമായ സമയത്ത് ആരംഭിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സംഘാടകർ തയ്യാറാകണം. അല്ലെങ്കിൽ ആഘോഷമായി നടത്തേണ്ട കലോത്സവങ്ങൾ ദുരിതത്തിന്റെയും ദുഃഖത്തിന്റെയും വേദിയായി മാറും. കുറ്റപ്പെടുത്തിയതല്ല, പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം റുഷീദ് എരുമപ്പെട്ടി. ഓട്ടൻതുള്ളലിൽ അഭിഷേകിന് ഹാട്രിക് നേട്ടം. ജില്ലാ കലോത്സവത്തിൽ അരങ്ങേറിയ ഹയർ സെക്കൻഡറി വിഭാഗം ഓട്ടൻതുള്ളലിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയാണ് അഭിഷേക് തലസ്ഥാന നഗരിയിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചത്. മൂന്നാം തവണയാണ് അഭിഷേക് സംസ്ഥാന കലോത്സവത്തിൽ തുള്ളലിൽ മാറ്ററിയിക്കാൻ ഒരുങ്ങുന്നത്. മുൻപ് 2 തവണയും ഹൈസ്കൂൾ വിഭാഗം ഓട്ടൻതുള്ളലിലാണ് സംസ്ഥാനതലത്തിൽ അഭിഷേക് മാറ്ററിയിച്ചത്. അന്നെല്ലാം A ഗ്രേഡും സ്വന്തമാക്കിയിരുന്നു. കലാമണ്ഡലം ഉണ്ണിമായയാണ് തുള്ളലിലെ അഭിഷേകിന്റെ ഗുരു. ഇക്കുറി മത്സരിച്ച ഇനങ്ങളിലെല്ലാം മികച്ച പ്രകടനമാണ് ഈ കലാകാരൻ നടത്തിയത്. നാടോടി നൃത്തത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് സ്വന്തമാക്കിയ അഭിഷേക് സംസ്ഥാനതലത്തിലേക്ക് യോഗ്യത നേടിയിരുന്നു.
കഴിഞ്ഞ തവണയും നാടോടി നൃത്തത്തിൽ സംസ്ഥാന വേദിയിലെത്തിയ അഭിഷേക് എ ഗ്രേഡ് സ്വന്തമാക്കി ജില്ലയ്ക്ക് അഭിമാനമായിരുന്നു. നൃത്താധ്യാപിക പോലുമല്ലാത്ത അമ്മ ലിഷയാണ് നാടോടി നൃത്തത്തിലെ അഭിഷേകിന്റെ ഗുരു എന്നതും ശ്രദ്ധേയമാണ്. ഇതിനെല്ലാം പുറമെ ഇക്കുറി സംഘഗാനത്തിലും മത്സരിച്ച അഭിഷേക് എ ഗ്രേഡും നേടി. മുല്ലശ്ശേരി ഉപജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ അഭിഷേക് പാവറട്ടി സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 കൊമേഴ്സ് വിദ്യാർത്ഥിയാണ്. ന്യൂസ് ഡെസ്ക് TCV. ബോൺനത്താലോടനുബന്ധിച്ച് നടത്തുന്ന ഹാർഫെസ്റ്റ് എക്സിബിഷന്റെ കാൽനാട്ട് കർമ്മം തൃശൂർ ശക്തൻ ഗ്രൗണ്ടിൽ നടന്നു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി, ബോൺനത്താലെ വർക്കിംഗ് ചെയർമാൻ ഫാദർ അജിത് തച്ചോത്ത്, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ചീഫ് കോർഡിനേറ്റർ ജോജു മന്നില, പബ്ലിസിറ്റി കൺവീനർ ജോർജ് ചെറുമൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 26 മുതൽ 31 വരെയാണ് ശക്തൻ നഗറിൽ ഹാർഫെസ്റ്റ് എക്സിബിഷൻ നടക്കുക. ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ശക്തൻ നഗറിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം സംഘടിപ്പിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ധർമ്മ പരിഷത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് കിട്ടു നായർ അധ്യക്ഷത വഹിച്ചു. ശബരിമല അയ്യപ്പ സേവാ സമാജം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AP വാസവൻ, VK വിശ്വനാഥൻ, KP ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഷഷ്ടി ആഘോഷത്തോടനുബന്ധിച്ച് ശനിയാഴ്ച രാവിലെ 10 മുതൽ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. വെള്ളിക്കുളങ്ങര ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകളും ചെറുവാഹനങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും മറ്റത്തൂർക്കുന്ന് പന്തല്ലൂർ നെല്ലായി വഴി ദേശീയപാതയിലെത്തണം. ആളൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കൊടകര മേൽപ്പാലത്തിലൂടെ കടന്ന് പോട്ടയിലെത്തി ആളൂർ ഭാഗത്തേക്കും ആളൂർ ഭാഗത്തുനിന്നും കൊടകരയിലേക്കും മറ്റത്തൂർക്കുന്നിലേക്കും വരുന്ന വാഹനങ്ങൾ ആളൂരിൽ നിന്നും തിരിഞ്ഞ് പോട്ടയിലെത്തി കൊടകരയിലേക്കും നെല്ലായി വഴി മറ്റത്തൂരിലേക്കും പോകണം. കൊടകര ടൌണിലും പരിസര പ്രദേശങ്ങളിലുമുള്ള റോഡുകളിൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിക്കുന്നതല്ലെന്നും പോലീസ് അറിയിച്ചു. ഇനി വാണിജ്യം. ഹോണ്ട അമേസിന്റെ പുതിയ ജനറേഷൻ ഓൾ ന്യൂ അമേസ് 3Gയുടെ ലോഞ്ചിംഗ് തൃശൂർ വിയൂരിലുള്ള ജോൺസ് ഹോണ്ട കാർസിൽ വെച്ച് തൃശൂർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K പ്രതാപൻ, ജോൺസ് ഹോണ്ട ഡയറക്ടർ ജോൺ തയ്യിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പുതിയ 3rd ജനറേഷൻ ഹോണ്ട അമൈസ് വിശാലവും സൗകര്യപ്രദവുമായ തടസ്സങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന ഇന്റലിജന്റ് ഫീച്ചറുകളോടെ സിഗ്നേച്ചർ ചെക്ക്ഡ് ഫ്ലാഗ് പാറ്റേൺ ഗ്രില്ലും പിൻ ഡിസൈനും ചേർന്നാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. LED പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, LED പ്രൊജക്റ്റഡ് ഫോഗ് ലാമ്പ്, ഐക്കണിക് വിങ് ഷേപ്ഡ് LED റിയർ ലൈറ്റ്സ്, ക്ലാസി ഡയമണ്ട് കട്ട് അലോയ് വീൽസ് തുടങ്ങിയ സവിശേഷതകളോടെ 28ലധികം സജീവമായ സുരക്ഷാ ഫീച്ചറുകൾ 3rd ജനറേഷൻ അമൈസിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഹോണ്ടയുടെ ഐക്കണിക് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റമായ ഹോണ്ട സെൻസിംഗ് കാറിന് ചുറ്റുമുള്ള പരിസ്ഥിതിയെ മനസ്സിലാക്കി അപകടങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു. ഹോണ്ട അമൈസുമായി എപ്പോഴും ബന്ധം നിലനിർത്താൻ ഹോണ്ട കണക്ട് സഹായിക്കും. ലാർജ് ബൂട്ട് സ്പേസ്, മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ്, സ്പേഷ്യസ് ഇന്റീരിയർ, പവർ അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡ് മിറർ, വാക്കവേ ഓട്ടോ ലോക്ക് എന്നീ സവിശേഷതകളോടെ റേഡിയന്റ് റെഡ് മെറ്റാലിക്, ഗോൾഡൻ ബ്രൗൺ മെറ്റാലിക്, മെട്രോയിഡ് ഗ്രേ മെറ്റാലിക്, ലൂണാർ സിൽവർ മെറ്റാലിക്, പ്ലാറ്റിനം വൈറ്റ് പേൾ, ഒബ്സീഡിയൻ ബ്ലൂ പേൾ എന്നീ നിറങ്ങളിൽ മറ്റാർക്കും നൽകാനാകാത്ത 10 വർഷത്തെ വാറണ്ടിയോടെ ഹോണ്ട അമേസ് 3G ലഭ്യമാണ്. ഹോണ്ട അമേസ് 3G കാണുവാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുവാനും ജോൺസ് ഹോണ്ടയുടെ വിയൂരിലും ഇരിങ്ങാലക്കുടയിലുമുള്ള ഷോറൂമുകളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9946511111. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3223 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടി. യൂണിറ്റിന് 16 പൈസയാണ് വർദ്ധിപ്പിച്ചത്. പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ചാർജ് വർധനവില്ല. നിരക്ക് വർധന പ്രാബല്യത്തിൽ.
ഹൈക്കോടതി മാനദണ്ഡങ്ങൾ പാലിച്ച് തൃശൂർ പൂരം നടത്താനാവില്ലെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പ്രതിസന്ധി പരിഹരിക്കാൻ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച തൃശൂരിൽ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ. പ്രതിസന്ധി മറികടക്കാൻ നിയമനിർമ്മാണം സർക്കാരിന്റെ ആലോചനയിലാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കുണ്ടന്നൂരിൽ വൻ കഞ്ചാവ് വേട്ട. ചരക്ക് വാഹനത്തിൽ കടത്തിയ 80 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ പിടിയിൽ, 2 പേർ ഓടി രക്ഷപ്പെട്ടു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. പാർക്ക് അടുത്ത വർഷം ജൂൺ മാസത്തോടെ പൂർണ്ണമായും പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കലാശപ്പോരിലേക്ക്. 692 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല കുതിപ്പ് തുടരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളി മത്സരത്തിൽ വിധി നിർണയത്തിനെതിരെ പ്രതിഷേധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.